ഈവനിങ് സ്നാക്സ് എന്താ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കിച്ചണിൽ നോക്കിയപ്പോൾ യമണ്ടൻ 2 മുളകുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മുളക് ബജി ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഞാൻ മുളക് ബജി 2 സ്റ്റൈൽ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഒന്ന് പാലക്കാട് സ്റ്റൈലാണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഞാൻ ആശീർവാദിൻ്റെ കടലമാവ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ഉപ്പ്, മുളക് പൊടി ഒക്കെ ഇട്ടു. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു. അറിയാലോ മുളക് ബജിയുടെ കൺസിസ്റ്റൻസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മുളക് നന്നായി വാഷ് ചെയ്ത് കണ്ടോ മുളകിൻ്റെ ഒരു സൈസ് കണ്ടോ ദൈവമേ, ഇതെങ്ങനെ ഞാൻ പൊരിച്ചെടുക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഭീമൻ പോലത്തെ 2 മുളകുകൾ. എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സവോള എടുത്തു, പൊടിയെ അരിഞ്ഞു, അത്ര വലിയ പൊടിയൊന്നുമല്ല, എന്നിട്ട് അരിഞ്ഞു. അതിലേക്ക് ഞാൻ മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു മുളകിലേക്ക് ഇതാണ് സ്റ്റഫിങ് ആയിട്ട് വെക്കാൻ പോണം. അതിന് മുന്നേ ഞാൻ പറയാൻ വിട്ടു, ആ മുളകിൻ്റെ ഉള്ളത്തെ ആ സീഡ് ഉണ്ടല്ലോ അതെടുത്ത് കളയണ്ടോ, ഇല്ലെങ്കിൽ എരിഞ്ഞ് ചാവും. ഇതിപ്പോൾ എങ്ങനെയാണ് കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നിലേക്ക് ഞാൻ ടാമ്പറിൻ പേസ്റ്റ്, അതായത് പുളി പേസ്റ്റ് ഇട്ടു. എന്നിട്ട് 2ഉം കൂടി സ്റ്റഫിങ് ചെയ്തിട്ട് ഞാൻ എണ്ണയിൽ പൊരിച്ചെടുത്തു. കണ്ടോ, പൊരിച്ചെടുത്തപ്പോൾ എൻ്റെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ച് നോക്കണം. അപ്പം ഞാൻ ഇംഗ്ലീഷ് നല്ല ഹൊറർ മൂവി ഇട്ടിട്ടാണ് ഇത് കഴിക്കാൻ പോണത്. അപ്പോൾ എരിവും ഹൊററും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ.